കടലിൽ നടക്കുന്നത് നിയമ ലംഘനമോ അതോ കടൽ കൊള്ളയാണോ? അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഇറാന്റെ കടുത്ത ആരോപണം. അമേരിക്കയ്ക്കെതിരെ ഗുരുതര ആരോപണമായിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പരാമർശത്തിൽ യുഎൻ കൗൺസിൽ ഇടപെടണമെന്നും ഇവരുടെ ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നു. അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന നടപടികളെ കടൽ കൊള്ളയോട് ഉപമിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കുറ്റകൃത്യം നേരിട്ട് സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നും ഇറാൻ ഇവിടെ ആരോപിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവൃത്തികളുടെ തുറന്ന സമ്മതമാണത് എന്നതാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവായ ഇസ്മയിൽ ബഹൈ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിയൻ കപ്പലുകൾ നിയമവിരുദ്ധമായി തന്നെ പിടിച്ചെടുത്തതിനെ കടൽ കൊള്ള എന്ന് തന്നെ വിശേഷിപ്പിച്ചതായും ട്രംപിന് നേരെ ഇറാൻ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വിഷയം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതായത് യുണൈറ്റഡ് നേഷൻ യുഎൻ കൗൺസിൽ ഇതിൽ ഇടപെടണമെന്നും അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളെ സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും ഇവിടെ ഇറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അത് കടൽ പാതകളിൽ സംഘർഷം കൂടുതൽ വഷളാകുന്നതിന് കാരണമാവുകയാണ്. അമേരിക്കൻ ഇറാൻ തർക്കം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സാധാരണവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം ഇവിടെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനോടും അംഗങ്ങളോടും ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം നടപ്പിലാക്കുന്ന US നാവിക നടപടികളെ കഴിഞ്ഞ ദിവസം ട്രംപ് വിശേഷിപ്പിച്ചത് കടൽ കൊള്ളക്കാരെ പോലെ എന്നതാണ്. ഇതാണ് ഇറാന്റെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ സംഭവം നടന്നത്. ഞങ്ങൾ കപ്പൽ പിടിച്ചെടുത്തുവെന്നും ചരക്കുകൾ പിടിച്ചെടുത്തുവെന്നും എണ്ണ അടക്കമുള്ളവ പിടിച്ചെടുത്തുവെന്നും ഇതൊരു വലിയ ലാഭകരമായ ബിസിനസ്സാണ്. ഞങ്ങൾ കടൽ കൊള്ളക്കാരെ പോലെയാണ്, ഞങ്ങൾ അവിടെ കളിപ്പാവകളല്ല എന്നതായിരുന്നു ട്രംപ് പറഞ്ഞ പരാമർശം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനിടെ അതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ടാങ്കുകളും കണ്ടെയ്നർ കപ്പലുകളും ഉൾപ്പെടെ തന്നെ നിരവധി ഇറാനിയൻ കപ്പലുകൾ അമേരിക്കൻ സേന പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതേപോലെ പ്രധാന ആഗോള ഊർജ്ജ മാർഗമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം അത് നിയന്ത്രിക്കുകയും ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ അവിടെ സമുദ്ര മേഖലകളിൽ സംഘർഷം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. അതുപോലെ ആഗോള എണ്ണയുടെയും ദ്രവീകൃത ഒരു പ്രകൃതി വാതകത്തിന്റെയും 1/5 കയറ്റുമതി കൈകാര്യം ചെയ്യുന്ന നിർണായക ഇടനാഴിയിലെ തടസ്സങ്ങൾ ഊർജ്ജ വിപണികളിലെ ചാഞ്ചാട്ടത്തിന് കൂടുതൽ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.